മിയാമി ബീച്ചിൽ മിയാ ഖലീഫ കിടക്കണ പോലെ കിടക്കണ ഈ മുതലാണ് ഇത് കുട്ടമ്പിള്ള. KSRTC പഴയ വലിയ പുള്ളിയാ. ഇപ്പൊ വട്ടം സ്വസ്ഥം സമാധാനം. രക്ഷകനില്ലാതെ KSRTC കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളുടെ എണ്ണം കൂടുന്നു. KSRTC പൊട്ടിപ്പണ്ടാരമടങ്ങാൻ പോകുന്നു. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എടാ ഈ കുട്ടമ്പിള്ള ജീവിച്ചിരിക്കുമ്പോ KSRTCക്ക് ഒരു സുഖം സംഭവിക്കില്ല. ബ്ലഡി ഫോൾ കാണിച്ചു തരണം അതിന്റെ മക്കളെ. അങ്ങനെ KSRTCയെ തോപ്പിക്കാൻ ആരും നോക്കണ്ട. കുട്ടമ്പിള്ള ജീവിച്ചിരിക്കുമ്പം എന്റെ മോളെ വീട്ടിൽ പോവാം. ഇങ്ങോട്ട് ഇറങ്ങടി. എത്രയായി? 50 രൂപ. 50 രൂപയോ? എന്റെ ആളാ കളിക്കാതെ പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിന്റെ ചേട്ടൻ ഇവിടുത്തെ SA ആയിട്ടുണ്ട്. നിന്നെ ഇങ്ങോട്ട് മാറ്റിയതിന്റെ കാര്യം അറിയാമല്ലോ. അടങ്ങി നിന്നോണം. ഇവിടെ പല പെൺപിള്ളാരും കാണും വില്ലത്തിമാരായിട്ട്. അവരുടെ കൂടങ്ങാനും കൂടി വല്ല വള്ളിക്കിട്ട ചുള്ളിക്കിട്ട എടുത്തിട്ടുണ്ടോ കൊല്ലുന്നില്ല ഞാൻ. ശരിയാ? നീ ആരാ? ഞാൻ ഇവിടെ ഇവിടെ ചേർക്കാൻ വന്നതാ. എന്റെ മരുമോളാ. ഇവിടുത്തെ SIയുടെ അനിയത്തിയാ ഇടിയൻ. അതിന് നിന്നെ ഞാൻ അതെ അമ്മാവൻ ഇത്തിരി ചൂടനാ. സോറി ഫോർ ദാറ്റ്. ഇയാള് ലാലേട്ട ഫാനാണോ മമ്മൂക്ക ഫാനാണോ? എനിക്ക് രണ്ടുപേരും ഇഷ്ടാ. പക്ഷെ ഞാൻ ലാലേട്ട ഫാനാണ്. ഓൾ ദി ബെസ്റ്റ്. കാണാം. എടി നിന്റെ പേരെന്നാടി? നാൻസി റാണി. നാൻസി റാണി. ആ പിന്നെ ഞാൻ മമ്മൂക്ക ഫാനാ. ഗ്ലാമറോ? എനിക്കോ? എന്റെ കൊച്ചിനെ നോക്കിക്കോ. അത് ഞാൻ മാമന്റെ മോള് വാ. പോട്ടെ. അച്ഛടാ അച്ഛനെവിടെ? അച്ഛൻ മരിച്ചിട്ട് 6 മാസമായാലും. അല്ല പ്രൊഡ്യൂസർ ഞാൻ തന്നെയാ. വരൂ വാ ഇരിക്കൂട്ടോ. നാൻസി അല്ലേ? കുടിക്കാൻ എന്താ? ടീ, കോഫി, സംതിങ് ഹോട്ട്? നമുക്ക് ലോബിയിലിരുന്ന് സംസാരിക്കാവോ? എന്തിനു ലോബി? ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാൽ മതി. സർ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്ത വർഷം ഒരു പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൽ നായിക നാൻസിയാണ്. അയ്യോ അങ്ങനെ വേണ്ട. ഒരു ഓഡിഷൻ ഒക്കെ നടത്തി ടാലന്റ് ഉണ്ടെന്ന് തോന്നെങ്കിലും മതി. എന്തിനു ഓഡിഷൻ? ഞാനാണല്ലോ പൈസ കൊടുക്കുന്നത്. ഡയറക്ടർ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ. അയ്യോ അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു രീതി. ഓക്കെയാണ്. ഞാൻ പറഞ്ഞേ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബി കൂൾ, സെറ്റാണ്. പിന്നെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. എന്താ? അല്ല ഒരു പാലിടുമ്പോ സോറി. ഞാൻ ഈ ഒരു മീറ്റിംഗ് കേട്ടോ, എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം. ഓക്കെടാ, ശരി. ഇങ്ങനത്തെ ഒരു വൃത്തിയേട്ടവനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അല്ല എന്താ പറ്റി? ഉണ്ണിയേട്ടനെ കണ്ടില്ലേ? ഓ അവന്റെ ഒരു ഉണ്ണിയേട്ടൻ. നിനക്ക് ഇതൊക്കെ മതിയൊക്കെ മാമ പണിക്ക് മറ്റപ്പോ കൂടെ. എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നോ പോയി നിന്റെ ചങ്കിനോട് ചോദിക്കാൻ പറഞ്ഞുതരും. അല്ല എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല. ഏയ് വേറെ പ്രശ്നമൊന്നുമില്ല. ആന്റിയുടെ മോനെ നല്ലൊരു മാമ അത്ര ഉള്ളു പ്രശ്നം. അയ്യോ റാസൽഖൈമയിലെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സാറിന്റെ പെങ്ങളല്ലേ അത്? ആണോ? അതെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് വേണേ രാപ്പാർക്കാം. എനിക്ക് കുട്ടിയുടെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എടാ പ്ലാനിങ്ങിലല്ല എക്സിക്യൂഷനിലാ കാര്യം. സാധാരണ ഒരു പാർട്ടിയല്ല. നമ്മൾ എന്നാ ചെയ്താലും നമ്മുടെ പാർട്ടിയിലുള്ളവർക്ക് പവർ വേണം. അതിനിതുപോലത്തെ നല്ല നല്ല സാധനങ്ങൾ കഴിക്കണം. കാശൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. JCB ആണ് നമ്മുടെ പാർട്ടി. ഇടിച്ചു നിർത്താനുള്ള പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ അല്ലേ? എന്നതാ പ്രശ്നം ഉണ്ടാക്കണ്ടേ? എന്നാ പ്രശ്നം? അവിടെ ഫാൻ ഷോ നടത്തുന്നു.
ഫാൻ ഷോ ആ ആര്? ഒരു പെണ്ണ്. പെണ്ണ? ആ അവരെത്ര പേരുണ്ട്? ഒരു 5-6 പേര് കാണും. നമുക്ക് ഇത്ര ആള് മതി. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞ JCB ആണ്. അതിനുള്ള പവറും സ്ട്രെങ്തും നമുക്കുണ്ട്. ഇടിച്ച് നിരത്തണമല്ല. ഓക്കെ അല്ലേ? പൊളിക്കാം. വാ. കളി JCB. സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും, സിനിമാ ലോകം സ്തംഭിപ്പിക്കും. നീയൊക്കെ ഏതാടാ? ഇന്നിവിടെ ഹർത്താലാണെന്ന് അറിയത്തില്ലേ? നിന്റെയൊക്കെ ഒരു ഫാൻ ഷോ. ഇവിടെ സ്ഥലം വിട്ടോണം. ചേട്ടാ ഒന്നും നടക്കത്തില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത. നമ്മൾ എന്തായാലും ഷോ നടത്തും. കുട്ടിക്ക് ഞങ്ങളെ പാർട്ടിയെ കുറിച്ച് അറിയത്തില്ല എന്ന് തോന്നുന്നു. അയ്യോ ഇന്ന് മമ്മൂക്കാരുടെ ഷോ അല്ലേ? നീയൊക്കെ എന്നാടാ ഇവിടെ? അതെ, മമ്മൂക്കയോടൊപ്പം എന്നും ലാലേട്ടനും കാണും. മനസ്സിലായല്ലോ? ഉറപ്പാണോ? ആ എന്നാ മമ്മൂക്കാക്ക് ലാലേട്ടൻക്ക് സ്തംഭിക്കില്ല, 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 ലോകം സ്തംഭിക്കില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ വിളിക്കണ? ക്ലാസ്സില്ലേ? ക്ലാസ്സിൽ പോടാ. ഓടാവില്ല ഓരോ കോഴികളെ. എന്താണ് പരിപാടി? പോയടാ. ആ മോളെ, ആമ്പിള്ളേരെ വിശ്വസിക്കരുതാ. പറ്റിക്കോമാരി. പാവം കുട്ടി. സാറേ സാറേ റെക്കോർഡ്. എന്താണിത്? ഇതെന്താണിത്? ക്ലാമ്പല്ലേ? ക്ലാമ്പിന് വരെ പോകും. ആ എന്നെ കൊണ്ടൊന്ന് പറയരുത്. പോടാ ക്ലൂമ്പേ. ആ വെറുതെ മനുഷ്യനെ പ്രലോഭിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താണ്? സാറേ റെക്കോർഡ് ബുക്ക് വേണം നിർബന്ധമുണ്ടോ? റെക്കോർഡ് തീർന്നടാ, നീ തീർന്ന് പോയിക്കോ. എന്റെ മുമ്പിൽ പോയിക്കോ. കാണാനില്ലെന്ന് പുല്ല. ഗുഡ് മോർണിംഗ് സർ. റെക്കോർഡ്. അയ്യോ ഇങ്ങ് തന്നോളൂ. ഒരുപാട് പേര് ചേർന്ന് ഇത് കൃതിയല്ലേ? ഈശ്വര, എന്താണിത്? ഇതിലൊന്നുമില്ലല്ലോ. ക്ലാസ്സിലും വരില്ല. ഇയാൾ എക്സാം എഴുതണ്ട. എത്ര കഷ്ടപ്പെട്ട് എഴുതിയാന്നറിയോ? ഇവിടെ നിന്ന് ചാടണ്ട. അതിലെ പതുക്കെ പോയി എടുത്താൽ യൂണിഫോം പോലും ഇടില്ല. ആ ഒരു കണക്കിന് നന്നായി. ആ കോഴ്സ് അവനെ റെക്കോർഡ് എടുത്ത് പറഞ്ഞു. പറയാ പരീക്ഷ എഴുതിക്കില്ല എന്ന്. നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് സ്നേഹം കൊടുത്തപ്പോ സൈനൊക്കെ തന്നെ വന്നു. സ്നേഹോ? ആ കോഴിസോമിന് കുറച്ച് അരിയിട്ട് കൊടുത്ത കോഴി പിന്നെ എന്തും ചെയ്യും. ഈ കോഴിനെ വറക്കും. സർ താൻ എന്തിനീ റെക്കോർഡ് ബുക്ക് കൊണ്ട് പിന്നെ വന്നത്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ. ആ അത് കാണാൻ വേണ്ടി തന്നെയാ വന്നത്. എന്ത്? സാറിന് ദേഷ്യം വരുന്ന കാണാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അതെ, എന്തിനാ എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? ചെറിയൊരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിക്കോട്ടെ. എനിക്കും എന്റർടൈൻമെന്റ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ തന്റെ എന്റർടൈൻമെന്റ് ഫുൾ ടൈം സിനിമ നോക്കല്ലേ? ആ ഇനിയിപ്പോ എന്താ, ഞാൻ ഇന്ന് രാത്രിയും പോയായിരുന്നു സെക്കൻഡ് ഷോയ്ക്ക്. പിന്നെ കമ്പനി ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. സെക്കൻഡ് ഷോയ്ക്കാണോ? സെക്കൻഡ് ഷോയ്ക്കാണെങ്കിൽ ഞാൻ ഫ്രീ ആണ്. ആക്ച്വലി സ്റ്റുഡൻസ് ആയിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടം. ശരി സാറിന്റെ ഡെബിറ്റ് കാർഡ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെന്താ? എത്ര പഠിക്കാം? ആനന്ദ് തിയേറ്റർ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഏതാ പടം? സെക്സ് ആൻഡ് ദി സിറ്റി. ആണോ? സൂപ്പർ പടം. ആ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ തന്നെ എഴുതിക്കൊള്ളാട്ടെ. ശരി, അപ്പൊ രാത്രി കാണാം. ഓക്കെ. പാവം കുട്ടിയല്ലേ? സെക്സ് ആൻഡ് ദി സിറ്റി. ഓ ഒന്നുമില്ല, പോലീസുകാരായിട്ട് ചെറിയൊരു മീറ്റിംഗ്. ഓ നന്നായിട്ട് കിട്ടിക്കാണും. എന്നിട്ട് എന്താന്ന് പറ. എന്നെ കൊണ്ട് അവരും അടുത്തു. അവസാനം ഇറക്കി വിട്ടു. പിള്ളേരല്ലേ, ഞാനും പോട്ടെ എന്ന് വെച്ചു. ഭയങ്കര വെളിച്ചം, ഒന്നും കാണാൻ പറ്റുന്നില്ലേ? ആരാ കണ്ട്? ആ നിന്നെ തന്നെ കിട്ടണ്ടേ. അതെ, നാളത്തെ ഡയലോഗൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഇങ്ങോട്ട് വാടാ, വാ. കള്ളനോ? ഏത് നായിന്റെ മോനാണെങ്കിലും ഞാൻ വിടില്ല.
അലക്കാരനെ നടക്കാം. അപ്പാ ഞങ്ങൾ ഇറങ്ങാട്ടോ. അപ്പന്റെ വേടി തീർന്നല്ലേ. എബ്രഹാം പറഞ്ഞേപ്പിച്ച അങ്ങനെ വന്ന് 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 ഞാൻ സെറ്റാക്കുമെന്നൊന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇപ്പം എന്തായി? എന്നെ മിസ് ചെയ്തോ? ഡോക്ടർ നേരത്തെ റൂമിൽ വന്ന് സംസാരിച്ച രീതിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലോട്ടായിരിക്കുന്നു. അതാണല്ലോ. അല്ല, അത് അരുന്ധതി ഡോക്ടർ എൻ്റെ അടുത്ത് തെരേസയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമായി. ഈ വിഷമം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. താൻ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കാൻ പോവുക. അതിൻ്റെ കൊട്ടേഷൻ ഞാൻ തന്നെ ഏൽപ്പിക്കാൻ പോവുക. ഇവിടെ ആരക്കാടും തുള്ളും ചാടും എന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ബൈ ടുഡേ ഈവനിങ് എനിക്ക് കിട്ടണം. പറ്റുമോ? എന്നാ ചെല്ല് നാൻസി റാണി. നേരത്തേന് സോറി കേട്ടോ. ആലോചിക്കാം. ജാൻസി റാണി തേപ്പാണല്ലേ? അഭിനയിക്കാൻ ആഗ്രഹം, മമ്മൂക്കയെ കാണണം, പറക്കാനും ആഗ്രഹം. പറക്കാൻ നമുക്ക് വേറൊരു ചിറക് സെറ്റ് ചെയ്യാം കേട്ടോ. ആരാ? ഞാനിവിടുത്തെ ഒരു അന്തേവാസിയാണ്. നല്ല ഔട്ട്സ്റ്റാൻഡിങ് പേഷ്യൻ്റ്. പേഷ്യൻറ്റിന് എന്താ ഇവിടെ കാര്യം? നല്ല ചോദ്യമാണ്. എന്നോട് അമ്മമാരെ അകത്ത് കിടക്കാൻ പറഞ്ഞു. അവിടെ കിടക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഏതെങ്കിലും ശവപ്പെട്ടി പോയി കിടക്കുന്നല്ലേ. കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പറഞ്ഞു ബയോപ്സി ടെസ്റ്റ് പോസിറ്റീവാണെന്ന്. ലങ് ക്യാൻസറാ. പിന്നെ ആ മറ്റേ സാധനമില്ലേ, ഈ കീമോ, അത് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ താടിയും മുടിയും വെട്ടിയിട്ട് നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. എൻ്റെ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞു? നമ്മുടെ വട്ടൻ ഈപ്പൻ. ഭയങ്കര അഭിപ്രായമാണല്ലോ. ഇഷ്ടമായില്ലേ? അതെ, ഒരഭിപ്രായം പറഞ്ഞിട്ട് പോ. നല്ല ബ്യൂട്ടിഫുൾ പിക്ചറാണ് കേട്ടോ.